മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകൾ കൈമാറി. ഏതായാലും നമ്മുടെ വയനാട്ടിലെ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉണ്ടാക്കിയ വീടിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ ഒരു 51 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. ആ വീടുകളുടെ താക്കോൽദാനം പിണറായി വിജയനും കെ രാജനും ഈ വസീഫുമൊക്കെ ദയവായി അവിടെ വരെ പോകും. ചെന്നിട്ട് മുസ്ലിം ലീഗ് പണിഞ്ഞിരിക്കുന്ന ആ വീട് ഒന്ന് കാണാം. മമ്മൂട്ടിയെ കൂടെ വിളിച്ചു. എന്നിട്ട് ആ മുസ്ലിം ലീഗ് പണിതിരിക്കുന്ന ആ വീട് നിങ്ങളൊന്ന് കാണണം. 1060 സ്ക്വയർ ഫീറ്റ് വീടാണ്. 3 ബെഡ്റൂമുള്ള വീടാണ്. 3 ബെഡ്റൂം, ബാത്റൂം. ആ വീടുകൾ കണ്ടാൽ തന്നെ എന്തൊരു ഐശ്വര്യം. അതിന് നിറയെ ഫർണിച്ചറുകൾ, നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറാണ്. അതെ, അത്ര 51 വീടാ അല്ലേ? അത്രയും വീടുകളാണ് അവർ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വിട്ടുപോയതിന്റെ വിഷമവും ജീവിതം തിരിച്ചു പിടിക്കുന്നതിന്റെ സന്തോഷവും, അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലോകത്ത് തന്നെ വിസ്മയം തീർത്ത് മുന്നോട്ട് പോവുകയാണ്. ഞാനൊരു കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിലും സഹജീവി സ്നേഹത്തിലും രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാത്തിനും അപ്പുറം മനുഷ്യനെ ചേർത്ത് നിർത്താനുള്ള ഓട്ടത്തിൽ മുസ്ലിം ലീഗിനോട് മത്സരിക്കാൻ ആരും നിൽക്കരുത് എന്നുള്ളത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാനും ആഗ്രഹിക്കുന്നു. ഈ ഭൂമി ഏറ്റവും വലിയ പ്രകാശപൂരിതമായി ജീവിതം തിരിച്ചുപിടിക്കുന്ന ഭൂമിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ അഭിനന്ദനവും. ആദരണീയനായ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സാഹിബ് ഉദ്ഘാടനം